കാഴ്ച എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേരായിട്ട് വേണം അതിനെ കരുതാൻ. കാരണം ഞാനിന്ന് ലോകത്തിൽ എന്നെ എത്രത്തോളം ആൾക്കാർക്ക് അറിയാം എന്ന് പറയുന്നതും എൻ്റെ സിനിമകളെ അറിയാമെന്ന് പറയുന്നതും ഈ കാഴ്ചയിലൂടെയാണ്. അപ്പം തന്നെ ഈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാൻ പ്രഭാതം ഉണർന്ന് എഴുന്ന് നോക്കുമ്പോൾ എൻ്റെ കാഴ്ചയാണ് ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഞാനാണ് ഇതിൻ്റെ ആദ്യത്തെ കാഴ്ചക്കാരൻ. അല്ലെങ്കിൽ എൻ്റെ പ്രഭാതം എന്ന് പറയുന്നത് ഞാൻ നോക്കുന്നത് എൻ്റെ മുറ്റത്ത് നിന്ന് നോക്കിയാൽ കാണുന്നത് ഈ കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ കാഴ്ചയെക്കുറിച്ച് ഞാനും ആർട്ടക്കുമായിട്ട് സംസാരിക്കുമ്പം തന്നെ ഞാൻ ഒരുപാട് പർട്ടിക്കുലറാണ്. എൻ്റെ കാഴ്ചയിൽ ഇതൊരു മനോഹരമായ ഒരു സ്ട്രക്ചറായിരിക്കണം, വെറും ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ ആകാൻ പാടില്ല. അതുപോലെ തന്നെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടാവണം, അതിന് സാധാരണതിനേക്കാൾ വളരെ വ്യത്യസ്തമായിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള ചില കോൺസെപ്റ്റുകൾ എനിക്ക് ഉണ്ടായിരുന്നു. എൻ്റെ വീടിനോട് ചേർന്നാണ് ഈ കാഴ്ച പ്രോജക്റ്റ് എന്ന് പറഞ്ഞത്. അളുങ്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ പ്രോപ്പർട്ടി ഞാൻ വാങ്ങിക്കുന്നത്. ജീവിതത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭൂമിയാണിത്. ബേസിക്കലി ഞാനൊരു ബിസിനസ്സുകാരനൊന്നുമല്ല, പക്ഷേ ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് അപ്പാർട്ട്മെൻറ്റുകളും അല്ലെങ്കിൽ ഒരുപാട് യാത്രകളും ഒക്കെ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ നമ്മളായിട്ട് നമ്മുടെ ഒരു പ്രോജക്റ്റിൽ പ്രത്യേകിച്ച് പബ്ലിക്കുമായിട്ട് ചേർന്ന് ഉണ്ടാകുന്ന ഒരു വലിയൊരു അസോസിയേഷൻ ആണ് ഇതിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഒരു പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അതിനൊരു സൗന്ദര്യം ഉണ്ടാവണം, അതിനൊരു വിശ്വാസ്യത ഉണ്ടാകണം, അതിന് മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളതിനേക്കാൾ ചില വ്യത്യാസങ്ങളുണ്ടാവണം എന്നുള്ളൊരു സ്വാഭാവികമായിട്ടൊരു ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിൽ ആദ്യം തോന്നിയിട്ടുണ്ട്. അപ്പം അത് കൃത്യമായി എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിൽഡർ ഉണ്ടാവണം. അപ്പം അങ്ങനെയുള്ള ആ ഒരു ചിന്തയിലാണ് നമുക്കറിയാം കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം ഭാഗങ്ങളിൽ ഏറ്റവും അധികം കൺസ്ട്രക്ഷൻസ് നടക്കുന്ന പ്രോജക്റ്റുകൾ ചെയ്യുന്നതാണ്. 70-ൽ പരം യൂണിറ്റുകൾ ചെയ്തിട്ടുള്ളതാണ് ആർടെക് ബിൽഡേഴ്സ്. തിരുവല്ലയിൽ ഇത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനുമായിട്ടുള്ളൊരു അസോസിയേഷൻ അവർക്ക് ഒരു വളരെ ഡിഫറൻ്റായിട്ട് എന്നോടൊപ്പം സഹകരിക്കുകയും ഇവിടെ പലതരത്തിലുള്ള നമുക്കും ഈ പറഞ്ഞിട്ട് ചിലപ്പോൾ നാളെ കുറച്ചും കൂടെ പ്രായമാകുമ്പോൾ ചിലപ്പോൾ അവിടുത്തെ ഒരു അന്തേവാസിയായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പലരും റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് വരുന്നവരുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുകയും ഒരു വെക്കേഷൻ സമയം നാട്ടിൽ ചിലവഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ പല കാറ്റഗറി അപ്പം ലോകത്തിൻ്റെ എമ്പാടുമുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാർ വന്നു ചേരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പല ഫ്ലാറ്റുകളിലും കാണാത്ത പല കാര്യങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗസ്റ്റിനെ കൊണ്ടു താമസിപ്പിക്കാൻ പറ്റും, ഡ്രൈവേഴ്സിൻ്റെ ഡോർമെട്രി ഉണ്ടാവും, നമുക്ക് യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിനായിട്ടുള്ള, പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ 2 മെഡിക്കൽ കോളേജ് ഉള്ള ഒരു സ്ഥലം കൂടെയാണ് തിരുവല്ല എന്ന് പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ക്ലയൻസും ഡോക്ടേഴ്സാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിന് അങ്ങനെയുള്ള രീതിയിൽ ഇവിടെ അവരുടെ ഒരു ഡോക്ടേഴ്സിൻ്റെ ഒരു റൂം തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള വളരെ ഡിഫറൻ്റായിട്ടുള്ള രീതിയിൽ തന്നെയാണ് വളരെ ബാൽക്കണിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള വലിയ സ്പേസുകൾ നമ്മൾ അതിനു വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു പ്രോജക്റ്റ് ഒരു കംപ്ലീഷനിലേക്ക് വരുമ്പോൾ ഞാൻ ഹാപ്പിയാണ്.